ഞാൻ വന്നിട്ടുള്ളത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അകത്തേത്തറ അല്ലവ പാലക്കാട് കോളേജിനെ കുറിച്ചാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാം, ബിടെക് എളുപ്പമാണോ, ബിടെക് കോഴ്സസ് എത്ര എണ്ണം ഉണ്ട്, ഹോസ്റ്റൽ അവൈലബിലിറ്റി ഉണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ എല്ലാം ആൻസർ ആയിട്ട് നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് NSS കോളേജ് എയ്ഡഡ് ആണോ ഗവൺമെന്റ് ആണോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ NSS കോളേജ് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് പ്ലസ് ഗവൺമെന്റ് കോളേജ് ആണ്. ബിടെക്കിൽ ജോയിൻ ചെയ്യാൻ ഒന്നെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള കീം വഴിയോ അല്ലെങ്കിൽ ആഫ്റ്റർ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രി അഥവാ ലെറ്റ് എക്സാം വഴിയോ ബിടെക്കിൽ ജോയിൻ ചെയ്യാം. ഇനി കീം വഴി ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, അതായത് പ്ലസ് ടു കഴിഞ്ഞ് കീം എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ 4 ഇയർ ആണ് പഠിക്കുന്നത്. ഒരു ഫസ്റ്റ് ഇയർക്ക് ജോയിൻ ചെയ്യും, ഫസ്റ്റ് സെമിസ്റ്റർ, അങ്ങനെ ഫസ്റ്റ് സെമിസ്റ്റർ സെക്കൻഡ് സെമിസ്റ്റർ അങ്ങനെ 4 ഇയർ ആയിട്ട് 8 സെമിസ്റ്റർ വരെ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ആഫ്റ്റർ ഡിപ്ലോമ കഴിഞ്ഞുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലാറ്ററൽ എൻട്രി അഥവാ ലെറ്റ് എൻട്രൻസ് എക്സാം എഴുതിയിട്ട് സെക്കൻഡ് ഇയർക്ക്, അതായത് സെക്കൻഡ് ഇയറിലെ 3rd സെമിസ്റ്റർക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവർക്ക് 1 ഇയറിന്റെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ബിടെക്കില് കീം വഴിയും അതുപോലെ തന്നെ ലാറ്ററൽ എൻട്രി വഴി വന്നാലുള്ള ഡിഫറൻസ്. കോളേജിൽ എത്ര ബ്രാഞ്ചസ് അവൈലബിൾ ആണ്, മോർ ദാൻ 6 ഉണ്ടോ, 6 ആണോ 5 ആണോ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ NSS കോളേജിൽ 6 ബ്രാഞ്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അഥവാ ICE, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫൈനൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അങ്ങനെ 6 ബ്രാഞ്ചസ് ആണ് ബിടെക്കിൽ NSS കോളേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഹോസ്റ്റൽ കോളേജിൽ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. അതെ, നല്ല ഹോസ്റ്റൽ കോളേജിൽ അവൈലബിൾ ആണ്. 3 ബ്ലോക്സ് വന്നിട്ട് മെയിലിനും ഒരു ബ്ലോക്ക് വന്നിട്ട് ഗേൾസിനും, അങ്ങനെ 4 ബ്ലോക്സ് ആണ് ടോട്ടൽ ആയിട്ട് ഹോസ്റ്റൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു സ്റ്റുഡന്റിന് ഒരു റൂം എന്ന കംഫർട്ടിൽ കിട്ടും, ലാസ്റ്റ് ഇയറിൽ മാത്രം. പിന്നെ പുറത്ത് തന്നെ ഹോം എടുത്തിട്ട് നിൽക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ കുറെ PG ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പൊ അവിടെ പോയിട്ട് വിച്ച് വൺ ഈസ് മോർ കംഫർട്ട് അത് നമുക്ക് ചൂസ് ചെയ്യാം. സോ കോളേജിനെ കുറിച്ച് ചെറിയൊരു സമ്മറി കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ബൈ.